Hello everyone, let's do the exercise 8.3 today. See the first question. Calculate the amount and compound interest on. The first part is rupees 10,800 for 3 years at 12 1 by 2 percentage per annum compounded annually. First case ഇതാണ്. ഈ given ഡാറ്റയിൽ അല്ലെങ്കിൽ given details വെച്ചിട്ട് അതിൻ്റെ എമൗണ്ടും അതേപോലെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ ഫോർമുല യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് P ഈസ് 10,800, R ഈസ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇസ് 12.5%, N ഈസ് 3 years. അപ്പോൾ നമ്മുടെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ ഫോർമുല യൂസ് ചെയ്യുമ്പോൾ A ഈസ് ഈക്വൽ ടു P ഇൻറ്റു 1 പ്ലസ് R ബൈ 100 ഹോൾ റേസ് ടു N. അപ്പോൾ നമുക്കിതിൽ അപ്ലൈ ചെയ്യാം. P എന്ന് പറയുന്നത് 10,800 ആണ് ഇൻറ്റു 1 പ്ലസ് R ഈസ് 12.5 ആണ്, 12.5. ഈ 12.5ന് നമ്മൾ ഇതൊരു മിക്സ്ഡ് ഫ്രാക്ഷൻ ആണ് അല്ലേ. ഈ മിക്സ്ഡ് ഫ്രാക്ഷനെ നമുക്ക് നോർമൽ ഫ്രാക്ഷനിൽ എങ്ങനെ എഴുതാം? 12 1 by 2 ഈസ് 12 into 2 അല്ലേ, 12 into 2 പ്ലസ് 1 by 2. ഇങ്ങനെയാണ് മിക്സ്ഡ് ഫ്രാക്ഷനെ നമ്മൾ നോർമൽ ഫ്രാക്ഷനാക്കി മാറ്റുക. 12 into 2 plus 1 by 2. 12 into 2 24 plus 1 by 2, that is 25 by 2. ഓക്കെ, അപ്പോൾ നമുക്ക് 25 by 2 ആയിട്ട് ഇവിടെ യൂസ് ചെയ്യാം. ഈ 25 by 2% ആണ്, that is 25 by 2 into 100. ഓക്കെ, 25 by 2% എന്ന് പറയുമ്പോൾ by 100 വരില്ല. അപ്പോൾ 25 by 2 into 100 ഹോൾ റേസ് ടു N എന്ന് പറയുന്നത് 3 ആണ്. So which is equal to 10,800 into 1 plus ഇതിനെ നമുക്ക് 25 by 200 എന്ന് എഴുതാം, ഹോൾ ക്യൂബ്. Then which is equal to 10,800 into ഈ 25 by 200 നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്യാം ആ ഫ്രാക്ഷനെ, അല്ല 5ൻ്റെ മൾട്ടിപ്പിൾസ് ആണ്. അപ്പോൾ 25 by 200 നമ്മളൊന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 25ൽ 5 ടൈംസ്, 20ൽ 4 ടൈംസ് 0, again 5ൽ 1 ടൈം, 40ൽ 8 ടൈംസ്, that is 1 plus 1 by 8 whole cube, which is equal to 10,800 into 1 plus 1 by 8 എന്ന് പറഞ്ഞാൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 1 into 8 8 plus 1 by 8 whole cube, that is 10,800 into 9 by 8 whole cube. Okay, which is equal to 10,800 into 9 by 8 into 9 by 8 into 9 by 8. 3 times ആണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്, which is equal to നമുക്കിവിടെ ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് 8ന് നമുക്ക് 10,800ൽ നമുക്കൊന്ന് ക്യാൻസൽ ചെയ്ത് നോക്കാം. ഓക്കെ, യെസ്, ഇവിടെ 10ൽ 5 ടൈംസ് വരും, 8ൽ 4 ടൈംസ് 0 0, 8ൽ 4 ടൈംസ്. എഗെയിൻ നമുക്ക് ഡിവൈഡ് ചെയ്യാം. 5ൽ 2 ടൈംസ്, ഇവിടെ 14 വരും, 7 ടൈംസ് 0 0, ഇവിടെ 2 ടൈംസ്. എഗെയിൻ നമുക്കിതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 ടൈം, 7ൽ 3 ടൈംസ് 5 0, 2 ക്യാൻസലായി. ദാറ്റ് ഈസ് 1,350 into 9 into 9 by 8 into 9 by 8. ഓക്കെ, അഗൈൻ നമുക്കിതിനെ സിംപ്ലിഫൈ ചെയ്യാം. ഈ 8ഉം ഇതും തമ്മിൽ സിംപ്ലിഫൈ ചെയ്യാം. 13ൽ 6 ടൈംസ്, ബാക്കി 15 ഉണ്ടാവും. 14ൽ 7 ടൈംസ് വരും, അഗൈൻ 10ൽ 5 ടൈംസ്, ഇവിടെ 8ൽ 4 ടൈംസ്. ഓക്കെ, യെസ്, ഇനി നമുക്ക് ചെയ്യാൻ പറ്റില്ല. സോ വിച്ച് ഇസ് ഈക്വൽ ടു 675 ഇൻറ്റു 9 ഇൻറ്റു 9 by 4 ഇൻറ്റു 9 by 8. ദാറ്റ് ഈസ് 675 ഇൻറ്റു 9 ഇൻറ്റു 9 ഇൻറ്റു 9 by 4 ഇൻറ്റു 8 ഈസ് 32. ഓക്കെ, ഇനി ഇത് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കണം. നമുക്ക് 675 ഇൻറ്റു
9 ഇൻറ്റു 9 മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. അതിനെ 32 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 492075 ഈ ഒരു നമ്പർ കിട്ടും. അതിനെ 32 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ വി ഗെറ്റ് 15377.34. ഇതാണ് എമൗണ്ട് വരിക. ഓക്കെ, ഇത് എമൗണ്ട് ആണ് അല്ലേ, ടോട്ടൽ എമൗണ്ട് ആണ്. നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് കാണാനുള്ളത്. അപ്പോൾ നമുക്ക് എ കിട്ടിക്കഴിഞ്ഞു. ഇതിൽ നിന്ന് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് നമുക്ക് എങ്ങനെ കാണാം? എ മൈനസ് പി ചെയ്താൽ മതി. ദാറ്റ് ഈസ് എ എന്ന് പറയുന്നത് ഇതാണ് 15,377.34 മൈനസ് പി എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ 10,800 ആണ്. ഓക്കെ, ഇത് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 4577.34 ഈ ഒരു ആൻസർ കിട്ടും. സോ ഇതാണ് ഈ ക്വസ്റ്റ്യനിലെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. നൗ സീ ദ ബി പാർട്ട്. 18,000 for 2.5 years at 10% per annum compounded annually. ഓക്കെ, അപ്പോൾ ഇവിടെ പി എന്ന് പറയുന്നത് 18,000, 2.5 years എന്ന് പറയുന്നത് n ആണ്, 10% എന്ന് പറയുന്നത് r ആണ്. അപ്പോൾ നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ ഫോർമുല യൂസ് ചെയ്യാം. So P is equal to 18,000, R is equal to 10%, N is equal to 2.5 years, and the formula is A is equal to P into 1 plus R by 100 whole raised to N. ഓക്കെ, അപ്പോൾ ഇതിൽ ഇവിടെ ഒരു ചെറിയൊരു വ്യത്യാസമുള്ളത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് N തന്നിരിക്കുന്നത് 2.5 ആണ് അല്ലേ. അപ്പോൾ 2.5 നമുക്ക് അതിൻ്റെ പവർ വരുമ്പോൾ 2.5 പവർ വരുമ്പോൾ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മൾ ആദ്യം 2 ഇയേഴ്സിനുള്ളത് കണ്ടുപിടിക്കും, പിന്നെ ഹാഫ് ഇയേഴ്സിനുള്ളത് കാണും, എന്നിട്ട് രണ്ടും കൂടി ആഡ് ചെയ്യാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യാൻ വാല്യൂസ്. പി എന്ന് പറയുന്നത് 18,000 ആണ്, ഇൻറ്റു 1 പ്ലസ് ആറ് 10/100 ഹോൾ റേസ് ടു 2. ആദ്യം 2 ഇയേഴ്സിനെയാണ് കാണുന്നത്, പിന്നെ ഹാഫ് ഇയേഴ്സിൻ്റെ കാണും. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു 18,000 ഇൻറ്റു ഈ 0 നമുക്ക് ക്യാൻസൽ ചെയ്യാം, അപ്പോൾ 1/10 ആവും. ഇനി ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 ഇൻറ്റു 10 10 പ്ലസ് 1 11 11/10 എന്നാവും ഹോൾ സ്ക്വയർ. ദാറ്റ് ഈസ് 18,000 ഇൻറ്റു 11/10 ഇൻറ്റു 11/10. ഓക്കെ, ഈ സീറോസ് നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഹിയർ ഓൾസോ ദാറ്റ് ഈസ് 180 ഇൻറ്റു 11 ഇൻറ്റു 11 വിച്ച് ഈസ്, ഇത് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 21780. ഈ ആൻസറാണ് കിട്ടുക. ഇത് 2 ഇയേഴ്സിനുള്ള എമൗണ്ട് ആണ്. ഇനി നമുക്കൊരു ഹാഫ് ഇയേഴ്സിൻ്റെ കൂടെ കാണണം. അപ്പോൾ ഹാഫ് ഇയേഴ്സിന് നമുക്ക് ഈ ഒരു ഫോർമുല യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ തന്നെ ഹാഫ് പവറിൽ വരുമ്പോൾ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റ് ആയിട്ട് അതിനെ കാണാം. ഓക്കെ, ഒരു വർഷം കംപ്ലീറ്റ് ആയിട്ടില്ല, പകുതിയേ ഉള്ളൂ അല്ലേ ഹാഫ് ഇയേഴ്സ് എന്ന് പറയുമ്പോൾ. അപ്പോൾ നമുക്കത് സിമ്പിൾ ഇൻട്രസ്റ്റ് വെച്ച് കാണാം. SI ഫോർ ഹാഫ് ഇയേഴ്സിന് ഉള്ള സിമ്പിൾ ഇൻട്രസ്റ്റ്. നമുക്കത് സിമ്പിൾ ഇൻട്രസ്റ്റ് കാണാനുള്ള ഫോർമുല PRN/100 ആണ്. ഓക്കെ, ആൻഡ് വിച്ച് ഈസ് ഹിയർ പി എന്ന് പറയുന്നത് ഇവിടുത്തെ പി എന്തായി, പിന്നെ ഒരു വർഷം കഴിഞ്ഞാലുള്ള പി ഇതാണ് 21,780. അപ്പോൾ നമുക്ക് അടുത്ത ഹാഫ് ഇയേഴ്സിനുള്ളതാണ് കാണേണ്ടത്. അപ്പോൾ അവിടെയുള്ള പി എന്ന് പറയുന്നത് ഈ എമൗണ്ട് ആയിരിക്കും വരിക. ഓക്കെ, 21,780 ഇൻറ്റു ആർ എന്ന് പറയുന്നത് സെയിം റേറ്റ് തന്നെ 10%, ദാറ്റ് ഈസ് 10/100 ഇൻറ്റു N എന്ന് പറയുന്നത് നമ്മുടെ ഇയർ, എത്ര ഇയർ ആണ് ഇവിടെ ഹാഫ് ഇയേഴ്സിൻ്റെ ആണ് നമുക്ക് കാണുന്നത്. അപ്പോൾ 1/2 വിച്ച് ഇസ് ഈക്വൽ ടു, ഈ 0 നമുക്ക് ക്യാൻസൽ ചെയ്യാം, ആൻഡ് ദാറ്റ് ഈസ് ഈ 10 ക്യാൻസലായി പോയി ഇവിടെ. ദെൻ 2178 ഇൻറ്റു 1/2 ഇതിൻ്റെ ഹാഫ് വിച്ച് ഈസ് 1089 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ 2 ഇയേഴ്സിനുള്ളത് കണ്ടുപിടിച്ചു, അതുപോലെ ഹാഫ് ഇയേഴ്സിൻ്റെ കണ്ടുപിടിച്ചു. അപ്പോൾ ടോട്ടൽ എമൗണ്ട് എത്രയായിരിക്കും? 2.5 ഇയേഴ്സ് ആണ് നമുക്ക് കാണാൻ പറഞ്ഞത്. അപ്പോൾ ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ മതി. ദാറ്റ് ഈസ് 2 ഇയേഴ്സിന് ഇതാണ് എമൗണ്ട് 21,780 പ്ലസ് ഹാഫ് ഇയേഴ്സിന് 1089. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 22,869 കിട്ടും. അപ്പോൾ ഇതാണ് ടോട്ടൽ എമൗണ്ട്.
ഇനി ക്വസ്റ്റ്യനിൽ നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് കാണാനുള്ളത്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എ മൈനസ് പി ആണ്. സോ വിച്ച് ഈസ് ഈക്വൽ ടു എ എന്ന് പറയുന്നത് നമുക്ക് ഇപ്പോൾ ഇവിടെ കിട്ടി, ദാറ്റ് ഇസ് 22,869 മൈനസ് പി എന്ന് പറയുന്നത് നമ്മൾ സ്റ്റാർട്ടിങ്ങിലുള്ള പി, ദാറ്റ് ഇസ് 18,000. ഓക്കെ, ഇത് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 4,869 ആണ്. ദാറ്റ് ഈസ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 4,869. സോ all of you do this problems in your notebook. Next class നമുക്ക് അടുത്ത problems discuss ചെയ്യാം. Thank you.